I welcome all of you to another video lecture, and it is about molecular orbital electronic configurations of diatomic molecules. നമ്മൾക്ക് ആറ്റത്തിലെ ഇലക്ട്രോണിനെ എങ്ങനെ അറേഞ്ച് ചെയ്തിരിക്കുന്നത് അതിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷനൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. ഇനി നമ്മളിവിടെ നോക്കാൻ പോകുന്നത് മോളിക്യൂൾസ്, അതിൽ ഡയറ്റോമിക് മോളിക്യൂൾസിൽ ഇലക്ട്രോൺസ് എങ്ങനെയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് അതിൻ്റെ മോളിക്കുലർ ഓർബിറ്റലുകളിൽ എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. So first we want to check the energy order of molecular orbitals. നമുക്കറിയാം molecular orbitals ഫോം ചെയ്തിരിക്കുന്നത് atomic orbitals കമ്പൈൻ ചെയ്തിട്ടാണ്. So there are different molecular orbitals like sigma 1s, sigma 2s, pi 2px, pi 2py, sigma 2pz. Depending upon the mode of combination, different types of molecular orbitals ഉണ്ട്. Okay. അപ്പോൾ അതിൻ്റെ എനർജി ഓർഡറാണ് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത്. ആൻഡ് ഇറ്റ് ഈസ് ഫൗണ്ട് ദാറ്റ് ദർ ആർ ടു ടൈപ്സ് ഓഫ് എനർജി ഓർഡർ. രണ്ട് തരത്തിലെ എനർജി ഓർഡർ കാണാറുണ്ട്. ആൻഡ് ദ ഫസ്റ്റ് തിങ് ഈസ് when the interaction between s orbital and pz orbital are insignificant, the order is like this. അതായത് രണ്ട് ആറ്റംസ് കമ്പൈൻ ചെയ്യുമ്പോൾ അവരുടെ എസ്സും പിയും തമ്മിൽ, എസ് ഓർബിറ്റലും പി സെഡ് ഓർബിറ്റലും തമ്മിൽ എനർജി ഡിഫറൻസ് വളരെ കൂടുതലാണ് എങ്കിൽ അത്തരം ഇൻട്രാക്ഷൻസ് സിഗ്നിഫിക്കൻ്റ് ആയിരിക്കില്ല. ആ കേസിൽ ദ ഓർഡർ ഓഫ് മോളിക്കുലർ ഓർബിറ്റൽസ് ഫോളോസ് ദിസ്. So sigma 1s having lower energy, then sigma star 1s, sigma 2s, sigma star 2s, sigma 2pz, then pi 2px and pi 2py having same energy, that is they are degenerate എന്ന് പറയും അല്ലേ. degenerate എന്ന് പറഞ്ഞു വെച്ചാൽ different states having same energy. Then pi star 2px, pi star 2p, they also have same energy. Then sigma star 2pz. So ഇതാണ് ഈ ഓർഡർ. അതായത് എസും പിയും പി സെഡ് ഓർബിറ്റിൽ തമ്മിലുള്ള ഇൻട്രാക്ഷൻ ഇൻസിഗ്നിഫിക്കൻ്റ് ആണെങ്കിൽ ഇതായിരിക്കും എനർജി ഓർഡർ. നമ്മൾ ഇവിടെയാണ് ശ്രദ്ധിക്കേണ്ടത്. സിഗ്മ 2pz ഹാവിങ് ലോവർ എനർജി ദാൻ pi 2px ആൻഡ് pi 2py. Now let us check the molecular orbital energy level diagram. നമുക്ക് molecular orbitals ഇങ്ങനെ എനർജിയുടെ ബേസിൽ ഇങ്ങനെ അറേഞ്ച് ചെയ്യാം. So this here represents the atomic orbitals. ഇത് atomic orbitals ആണ്, like 1s, 2s, 2p. So A എന്നുള്ള ആറ്റത്തിൻ്റെ atomic orbitals ആണ് ഈ കാണിച്ചിരിക്കുന്നത്. അതുപോലെ B എന്ന് പറയുന്ന another atom. Okay. So that having order like this 1s, 2s, 2p എന്നിങ്ങനെയാണ് ആറ്റംസ്, അതിലുള്ള ഓർബിറ്റൽസ്, അറ്റോമിക് ഓർബിറ്റൽസ്. ഓക്കെ. ദെൻ ഇവിടെ സെയിം എനർജി റെപ്രസെൻറ്റ് ചെയ്തിരിക്കുകയാണെങ്കിൽ എ മസ്റ്റ് ബി ഈക്വൽ ടു ബി ആയിരിക്കണം. ഓക്കെ. ദെൻ നോക്കൂ, അറ്റോമിക് ഓർബിറ്റൽസ് കമ്പൈൻ ചെയ്യുന്നു. രണ്ട് 1s ഓർബിറ്റൽ കമ്പൈൻ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? സിഗ്മ 1s, ഒരു ബോണ്ടിങ് മോളിക്കുലർ ഓർബിറ്റലും കിട്ടും, ആൻറ്റി ബോണ്ടിങ് മോളിക്കുലർ സിഗ്മ സ്റ്റാർ 1s. സിഗ്മ എന്ന് പറയാനുള്ള കാരണം ആക്സിയൽ ഓവർലാപ്പിംഗ് ആണ് അല്ലേ. സോ 1s കമ്പൈൻസ് ടു ഫോം സിഗ്മ 1s ആൻഡ് സിഗ്മ സ്റ്റാർ 1s. ഇത് ബോണ്ടിങ് മോളിക്കുലർ ഓർബിറ്റൽ, ആൻറ്റി ബോണ്ടിങ്. അപ്പോൾ എനർജി എന്തായിരിക്കും? സിഗ്മ 1s ദെൻ സിഗ്മ സ്റ്റാർ 1s. ദെൻ 2s, ഒരാളുടെ 2sഉം മറ്റേയാളുടെ 2sഉം കമ്പൈൻ ചെയ്യുന്നു. അപ്പോൾ ഒരു മോളിക്കുലർ ഓർബിറ്റൽ ഉണ്ടാവുന്നു, സിഗ്മ 2s, ആൻറ്റി ബോണ്ടിങ് മോളിക്കുലർ ഓർബിറ്റൽ സിഗ്മ സ്റ്റാർ 2s. സോ എനർജി ഓർഡർ സിഗ്മ 1s, സിഗ്മ സ്റ്റാർ 1s, സിഗ്മ 2s. ഇതാണ് എനർജി കേട്ടോ. ഹിയർ ദിസ് റെപ്രസെൻറ്റ്സ് ദ എനർജി. ഓക്കെ. സോ നമുക്ക് സിഗ്മ സ്റ്റാർ 2s കിട്ടി. ദെൻ ഇറ്റ് ഹാവ് 2p ഓർബിറ്റൽ. ഈ ആറ്റത്തിൽ 2p ഓർബിറ്റൽ ഉണ്ട്. ദാറ്റ് മേ ബി 2px, 2py, 2pz ആയിരിക്കാം. അതുപോലെ ഈ ആറ്റത്തിൽ 2px, 2py, 2pz ആയിരിക്കാം. അതിൽ 2pzഉം 2pzഉം ആക്സിയൽ ഓവർലാപ്പിംഗ് വഴി സിഗ്മ 2pz ഉണ്ടായിരിക്കും. സോ ഹിയർ സിഗ്മ 2pz ഹാവിങ് ലോവർ എനർജി. ദെൻ 2pxഉം 2pxഉം തമ്മിൽ സൈഡ് വൈസ് ഓവർലാപ്പിംഗ് നടന്നിട്ട് പൈ ബോണ്ടാണ് ഉണ്ടാകുന്നത്. അപ്പോൾ pi 2px, pi 2py, നോക്കൂ സെയിം എനർജിയാണ് അല്ലേ. ദെൻ അടുത്തത് പൈ സ്റ്റാർ 2pxഉം പൈ സ്റ്റാർ 2pyക്കും എനർജി കുറവ്. ദെൻ എനർജി കൂടുതലാണ് സിഗ്മ സ്റ്റാർ 2pz. സോ ഇതാണ് ഓർഡർ. നമ്മൾ ചിന്തിക്കണം ഇത്തരം കേസിൽ, അതായത് എസും പിയും ഇൻട്രാക്ഷൻസ് ഇല്ലാത്ത സമയത്തിൽ നമ്മൾ ഈ ഓർഡറാണ്. അതിന് ഓക്സിജൻ, ഫ്ലൂറിൻ, നൈട്രിക് ഓക്സൈഡ് ഇതിൻ്റെയൊക്കെ കേസിൽ ഇങ്ങനെയാണ് നമ്മൾ എനർജി ലെവൽ ഡയഗ്രാം വരയ്ക്കേണ്ടത്. ഈ ഒരു ഓർഡറാണ് ഫോളോ ചെയ്യുന്നത്. സോ വാട്ട് ഇസ് ദ ഓർഡർ? സിഗ്മ 1s, സിഗ്മ സ്റ്റാർ 1s, സിഗ്മ 2s, സിഗ്മ സ്റ്റാർ 2s, sigma 2pz, pi 2px, pi 2py equal energy, then pi star 2px, pi star 2py equal energy, sigma star 2pz. So this is the first case.
Then, if in the case of certain molecules, sp-z interactions become significant. S orbitalum pz orbitalum തമ്മിലൊരു interaction നടക്കും. So what will happen? And this interaction will occur only when the energy difference between 2s and 2pz is very small. Small ആയിരിക്കുന്ന സമയത്ത് അവരുടെ എനർജി ഡിഫറൻസ് ഒരു കമ്പയറബിൾ ആവുമ്പോഴാണ് ഇവർ തമ്മിലൊരു ഇൻട്രാക്ഷൻ നടക്കുന്നത്. അത്തരം ഒരു ഇൻട്രാക്ഷൻ നടക്കുമ്പോൾ 2pz അതിൻ്റെ എനർജി സിഗ്മ 2pzൻ്റെ എനർജി കൂടുകയാണ് ചെയ്യുന്നത്. അപ്പം നമ്മൾ ഇങ്ങനെയാണ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതേണ്ടത്. സിഗ്മ 1 സിഗ്മ സ്റ്റാർ 1 സിഗ്മ 2s സിഗ്മ സ്റ്റാർ 2s ഇതുവരെ ശരിയാണ് കേട്ടോ. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നെക്സ്റ്റ് ലോവർ എനർജീസ് ഫോർ പൈ 2px ആൻഡ് പൈ 2py ആയിരിക്കും. ദെൻ അതിന് ശേഷമുള്ള എനർജി ആയിരിക്കും സിഗ്മ 2pz. സോ സിഗ്മ 2pz ഹാവിങ് ഹയർ എനർജി ദാൻ പൈ 2px ആൻഡ് പൈ 2py. ഫസ്റ്റ് കേസിൽ ആദ്യം സിഗ്മ 2pz ആയിരുന്നു, പിന്നെ പൈ ആയിരുന്നു. ഇവിടെ സിഗ്മ 2pzനാണ് ഹയർ എനർജി വന്നത്. കാരണം ഇവ തമ്മിലൊരു ഇൻട്രാക്ഷൻ എസും പിസെറ്റും തമ്മിലൊരു ഇൻട്രാക്ഷൻ നടക്കുന്നത് കൊണ്ട് സിഗ്മ 2pz ഹാവിങ് ഹയർ എനർജി. പിന്നെ മറ്റേ കേസ് പോലെ തന്നെ പൈ സ്റ്റാർ 2px പൈ സ്റ്റാർ 2py ദെൻ സിഗ്മ സ്റ്റാർ 2pz. സോ ദിസ് ഈസ് ദ ഓർഡർ ആൻഡ് ദ മോളിക്കുലർ ഓർബിറ്റൽ എനർജി ലെവൽ ഡയഗ്രം ക്യാൻ ബി റെപ്രസെൻറ്റ് ഇൻ ദിസ് വേ. ഇത് ആറ്റം എ ആറ്റം ബി 1s combines to form sigma 1s sigma star 1s. 2s atomic orbital combines to form sigma 2s sigma star 2s. 2p atomic orbitals combines to form pi 2px pi 2py. ഇവിടെ pi 2px pi 2py ആണ് ലോവർ എനർജി. ഈ കേസിൽ സിഗ്മ 2pzനാണ് ലോവർ എനർജി. Then sigma 2pz pi star 2px pi star 2py sigma star. So ഈ എനർജി ഓർഡർ നമ്മൾ ഓർത്തിരിക്കണം. ആൻഡ് ദ മോളിക്യൂൾസ് ലൈക്ക് ബോറോൺ കാർബൺ നൈട്രജൻ കാർബൺ മോണോക്സൈഡ് ഇതെല്ലാം ഈ ഒരു ഓർഡറാണ് ഫോളോ ചെയ്യുന്നത്. സിംപ്ലി നമുക്ക് മനസ്സിലാക്കാം. ജസ്റ്റ് വേണമെങ്കിൽ ഇങ്ങനെ പറയാം, 14 ഇലക്ട്രോൺസ് ഉള്ള സിസ്റ്റം വരെ നമ്മളിവിടെ ഇലക്ട്രോണിനെ ആഡ് ചെയ്യണം. അപ്പോൾ ബോറോൺ എന്ന് പറയുമ്പോൾ 5 + 5 10 ഇലക്ട്രോൺ ആണ്. കാർബണിൻ്റെ കേസിൽ 1 കാർബണിൽ 6 ഇലക്ട്രോൺസ്. ഓക്കെ, 6 + 6 12 ഇലക്ട്രോൺസ്. അങ്ങനെയാണ് നമ്മൾ നോക്കുക. അപ്പോൾ ടോട്ടൽ ഇലക്ട്രോൺസ് 14 വരെ ആണെങ്കിൽ ഈ ഓർഡറാണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടത്. ദെൻ ഈ ഒരു കേസിൽ ഓക്സിജൻ 8 + 8 16 വരും. ഫ്ലൂറിൻ കൂടുതൽ വരും 18 വരും. നൈട്രിക് ഓക്സൈഡ് എന്ന് പറയുമ്പോൾ നൈട്രജൻ 7 ഓക്സിജൻ 8 15 വരും. അപ്പോൾ 14 എബോവ് വരുന്ന കേസിൽ നമ്മൾ ഈ ഒരു ഓർഡറാണ് ഫോളോ ചെയ്യേണ്ടത്. സോ 2 ടൈപ്പ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻസ് പോസിബിൾ ആണ്. അത് ജസ്റ്റ് നോക്കുക, മോളിക്യൂൾസ് ഏതാണെന്ന് മനസ്സിലാക്കി വയ്ക്കുക. Next we want to check another term, bond order and its significance. What is meant by bond order? It is defined as the half of the difference between number of bonding electrons and number of anti-bonding electrons. Let the number of bonding electrons be Nb and anti-bonding number of electrons are Na. So bond order is equal to half into Nb minus Na. അതായത് എത്ര ഇലക്ട്രോൺസ് ബോണ്ടിങ് ഓർബിറ്റൽ ഉണ്ടെന്ന് നോക്കുക, എത്ര ഇലക്ട്രോൺസ് ആൻറ്റി ബോണ്ടിങ് മോളിക്കുലർ ഓർബിറ്റൽ ഉണ്ടെന്ന് നോക്കുക. അതിൻ്റെ ഡിഫറൻസിൻ്റെ ഹാഫിനെയാണ് നമ്മൾ ബോണ്ട് ഓർഡർ എന്ന് പറയുന്നത്. It is the half of the difference between number of bonding electrons and number of anti-bonding electrons. Bond order is equal to half into Nb minus Na. And you know, this bond order indicates the relative stability of a molecule. മോളിക്യൂളിൻ്റെ സ്റ്റെബിലിറ്റിയെ ഡിറ്റർമിൻ ചെയ്യുന്നത് അതിൻ്റെ ബോണ്ട് ഓർഡറാണ്. And a molecule becomes stable only when Nb is greater than Na. That is, number of electrons in bonding molecular orbital is greater than number of electrons in anti-bonding molecular orbitals. നമുക്കറിയാം ബോണ്ടിങ് മോളിക്കുലർ ഓർബിറ്റൽസിന് എപ്പോഴും ലോവർ എനർജി ആയിരിക്കും അല്ലേ. സോ ഇലക്ട്രോൺസ് എപ്പോഴും ഓക്കുപ്പൈ ചെയ്യുന്നത് ലോവർ എനർജി സ്റ്റേറ്റിലായിരിക്കും. അതൊരു ഹയർ എനർജി സ്റ്റേറ്റിലേക്കായ ആൻറ്റി ബോണ്ടിങ്ങിലേക്ക് വരുമ്പോൾ ഹയർ എനർജി ആവും, സ്റ്റെബിലിറ്റി കുറയുകയാണ് ചെയ്യുന്നത്. സോ a molecule will be stable only when Nb is greater than Na. That means when Nb is greater than Na, that implies bonding effect is greater than anti-bonding influence. So for a stability, bond order must be greater than 0. Bond order greater than 0 ആയാൽ മാത്രമേ ആ മോളിക്യൂള് സ്റ്റേബിളായി മാറുള്ളൂ. Higher the bond order, higher will be the stability.
Then the molecule become unstable when NB is less than or is equal to Na. NBയും NAയും ഈക്വൽ ആവുകയാണെങ്കിൽ എന്ത് വരും? ഈക്വൽ ആണെങ്കിൽ ബോണ്ട് ഓർഡർ 0 ആയിരിക്കും അല്ലേ? സോ ബോണ്ട് ഓർഡർ 0 മീൻസ് ദർ ഈസ് നോ എക്സിസ്റ്റൻസ്. സച്ച് മോളിക്യൂൾ വിൽ നോട്ട് എക്സിസ്റ്റ്. ദെൻ ആൻറ്റി ബോണ്ടിങ്ങിലാണ് കൂടുതൽ ഇലക്ട്രോൺസ്. ഹൈ എനർജി സ്റ്റേറ്റ് ഒക്കെ പറയുമ്പോൾ ആൻറ്റി ബോണ്ടിങ്ങിലായിരിക്കും. അപ്പോൾ അതെന്തായിരിക്കും? അൺസ്റ്റേബിൾ ആയിരിക്കും. ദ മോളിക്യൂൾ ബിക്കം അൺസ്റ്റേബിൾ വെൻ NB ഈസ് ലെസ് ദാൻ Na. Then bond order also proportional to bond strength. Higher the bond order, higher will be the bond strength. നല്ല സ്ട്രോങ് ബോണ്ടാണ് ഉണ്ടാവുന്നത്. ദാറ്റ് മീൻസ് ഹയർ ദ ബോണ്ട് ഡിസോസിയേഷൻ എനർജി. ബോണ്ട് ഓർഡർ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ബോണ്ട് സ്ട്രെങ്ത് ആൻഡ് ബോണ്ട് ഡിസോസിയേഷൻ എനർജി. ബോണ്ട് ഓർഡർ കൂടുതലാണ് എന്ന് പറഞ്ഞാൽ നല്ല ബോണ്ടാണ്, നല്ല സ്ട്രോങ് ആയിട്ടുള്ള ബോണ്ടാണ്. സോ നല്ല എനർജി, മാക്സിമം എനർജി കൊടുത്താൽ മാത്രമേ ബോണ്ട് ഡിസോസിയേറ്റ് ചെയ്യുള്ളൂ അല്ലേ? സോ ഹയർ ദ ബോണ്ട് ഓർഡർ, ഹയർ വിൽ ബി the bond strength, higher will be the bond dissociation energy. ഇനി ബോണ്ട് ഓർഡർ ഹൈ എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ആറ്റംസ് ആർ ക്ലോസ്, വളരെ അടുത്താണ് നിൽക്കുന്നത്. അപ്പോൾ എഫക്റ്റീവ് ബോണ്ടിങ് നടക്കും. ഓക്കെ, അപ്പോൾ ബോണ്ട് ഓർഡർ കൂടുമ്പോൾ ബോണ്ട് ലെങ്ത് കുറയുകയാണ് ചെയ്യുന്നത്. സോ ബോണ്ട് ഓർഡർ ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ബോണ്ട് ലെങ്ത് ഓർ ബോണ്ട് ഓർഡർ ഈസ് പ്രൊപ്പോർഷണൽ ടു 1/, ബോണ്ട് ലെങ്ത്. അതാണ് ബോണ്ട് ഓർഡറും ബോണ്ട് സ്ട്രെങ്ത്, ബോണ്ട് ഡിസോസിയേഷൻ എനർജി, ബോണ്ട് ലെങ്ത് തമ്മിലുള്ള ഡിപ്പെൻഡൻസ്. Let us check the bond order of fluorine, oxygen and nitrogen. Fluorine 1, oxygen bond order is 2 and for nitrogen it is 3. So the bond order is 1, 2, 3. So what will be the bond strength? ആരായിരിക്കും കൂടുതൽ സ്ട്രോങ് ആയിട്ടുള്ള ബോണ്ടുള്ള ആൾ? നൈട്രജൻ ആയിരിക്കും അല്ലേ? കാരണം ബോണ്ട് ഓർഡർ കൂടുതലാണ്. സോ ദ ബോണ്ട് സ്ട്രെങ്ത് ഫോളോസ് ദിസ് ഓർഡർ. Fluorine less than, oxygen less than nitrogen. Then what about bond dissociation energy? In the case of bond dissociation energy, fluorine less than, oxygen less than nitrogen. Then what about bond length? Bond lengthും bond orderും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ് അല്ലേ? അപ്പോൾ ഫ്ലൂറിൻ ആയിരിക്കും higher bond length, then oxygen, then nitrogen. So that is about a bond order. Half of the difference between number of bonded electrons and number of anti-bonded electrons. Higher the bond order, higher will be the stability, higher will be the bond dissociation energy, but lower will be the bond length. Let us check the molecular orbital electronic configuration of diatomic molecules. So in the case of diatomic molecules, electrons must fill in the molecular orbitals and the filling is in accordance with the Aufbau principle, Pauli exclusion principle and Hund's rule. ഈ 3 റൂളിനെ ബേസ് ചെയ്തിട്ടാണ് ആറ്റത്തിൽ ഇലക്ട്രോൺ ഫില്ല് ചെയ്യുന്നത് നമ്മൾ പഠിച്ചത് അല്ലേ? ദ സെയിം റൂൾസ് ആണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടത് വെൻ ഇലക്ട്രോൺസ് ആർ ഫിൽഡ് ഇൻ മോളിക്കുലർ ഓർബിറ്റൽസ്. സോ ഓഫ്ബോ പ്രിൻസിപ്പിൾ പറയുന്നത് the electrons must be filled in the increasing order of energy. എനർജി കുറഞ്ഞ ഓർബിറ്റലിൽ ആദ്യം ഒക്കുപ്പൈ ചെയ്യും, ദെൻ ഇൻക്രീസ് ചെയ്യുന്ന ഓർഡറിലാണ് ഇലക്ട്രോൺസ് ഒക്കുപ്പൈ ചെയ്യുന്നത്. ദെൻ ദ പോളി എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ ടെൽസ് ദാറ്റ് molecular orbital can accommodate maximum 2 electrons. ഒരു അറ്റോമിക് ഓർബിറ്റൽ മോളിക്കുലർ ഓർബിറ്റലിന് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന മാക്സിമം ഇലക്ട്രോണിൻ്റെ എണ്ണം എന്ന് പറയുന്നത് 2 ആണ്. ആൻഡ് ദേ മസ്റ്റ് ഹാവ് ഓപ്പോസിറ്റ് സ്പിൻ ആയിരിക്കണം. And Hund's rule of multiplicity says that electron pairing will occur only after each molecular orbitals are half filled ആയതിനു ശേഷം മാത്രമാണ് pairing നടക്കുള്ളൂ. And from the molecular orbital electronic configuration we can say the stability of a molecule. Bond order കണ്ടുപിടിച്ചാൽ നമുക്ക് stability explain ചെയ്യാൻ പറ്റും. And also it will give a clue about magnetic behavior. That means a molecule will become paramagnetic if it contain unpaired electrons. Electron fill ചെയ്യുന്ന സമയത്ത് unpaired electrons ഉള്ള system ആണെങ്കിൽ that must be paramagnetic. And if there is no unpaired electron, the system become diamagnetic. Now let us check the homonuclear diatomic molecule. Homonuclear same atoms combine ചെയ്തിട്ടുള്ള molecules നോക്കി നോക്കാം. So first hydrogen molecule. Hydrogen molecule is formed by the combination of 2 hydrogen atom. For one hydrogen atom electronic configuration is 1s1. So it contains only 1 electron. So hydrogen molecule must contain 2 electrons. So its molecular orbital electronic configuration is sigma 1s2.
electronic configuration sigma 1s2. So how we can represent here? This is one hydrogen atom, the other hydrogen atom. These molecular orbitals will combine to form the atomic orbitals combines to form the molecular orbital, that is sigma 1s, and these two electrons resides in this bonding molecular orbital, and the electrons must have opposite spin. So the electronic configuration is sigma 1s2. Okay, and let us check the bond order of hydrogen molecule. For bond order calculation, we want to know the number of electrons in bonding molecular orbital and anti-bonding molecular orbital. That is, bond order of hydrogen is equal to half into bonding molecular orbital 2 electron ആണ് അല്ലേ, anti-bonding electron ഇല്ല. So the bond order of hydrogen is 1. So bond order is positive, so the molecule is stable, and the system do not contain any unpaired electrons, so hydrogen molecule is diamagnetic. Next, helium molecule. Helium electronic configuration is 1s2. For helium atom 1s2. So helium 2 molecule contains 4 electrons. So the molecular orbital electronic configuration must be sigma 1s2 sigma star 1s2. നോക്കൂ, ഇത് ഹീലിയം ആറ്റമാണ്, ഇതും ഹീലിയം ആറ്റം. അപ്പോൾ 2 ഹീലിയം ആറ്റം അതിൻ്റെ 1s2 ഇലക്ട്രോൺസ് 1s ഓർബിറ്റൽസ് കമ്പൈൻ ചെയ്ത് സിഗ്മ 1sഉം സിഗ്മ സ്റ്റാർ 1sഉം. സോ ഇലക്ട്രോൺസിനെ നമ്മൾ ഒക്കുപ്പൈ ചെയ്തു. So the electronic configuration sigma 1s2 sigma star 1s2. Now we want to check the bond order. Bond order is equal to half into 2 minus 2, that is 0. Bond order 0 means it is highly unstable and there is no existence. Helium-2 molecule does exist, not exist. Okay. Then next molecule, lithium molecule. So lithium 1s2 2s1, lithium 2 6 electrons. So molecular orbital electronic configuration must be sigma 1s2 sigma star 1s2. Then 2s orbital ഉണ്ടായതുകൊണ്ട് sigma 2s2 വന്നു അല്ലേ. സോ നമുക്കതിൻ്റെ മോളിക്കുലർ ഓർബിറ്റൽ ഡയഗ്രാം ഇങ്ങനെ വരയ്ക്കാം. ലിത്തിയം 1s 1s2 2s1 1s2 2s1 കമ്പൈൻ ചെയ്ത് കഴിഞ്ഞാൽ മോളിക്കുലർ ഓർബിറ്റൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ സിഗ്മ 1s2 സിഗ്മ സ്റ്റാർ 1s2 സിഗ്മ 2s2 എന്ന് വരും. ഓക്കെ, ഇപ്പോൾ ബോണ്ട് ഓർഡർ എങ്ങനെ കണ്ടുപിടിക്കാം? ഹാഫ് ഇൻറ്റു ബോണ്ടിങ് മോളിക്കുലർ ഓർബിറ്റലിലെ ഇലക്ട്രോണുകളുടെ എണ്ണം 2 + 2 4 മൈനസ് ആൻറ്റിബോണ്ടിങ്ങിൽ 2 ഇലക്ട്രോൺ, സോ 1. ഇതല്ലാതെ നമുക്ക് വേറെ രീതിയിലും ബോണ്ട് ഓർഡർ കണ്ടുപിടിക്കാം. ഇത് ഫുള്ളി ഒക്കുപ്പൈഡ് ആയിട്ടുള്ള മോളിക്കുലർ ഓർബിറ്റലാണ് അല്ലേ. അപ്പം നമ്മൾ ഇതിനെ കൺസിഡർ ചെയ്യാതെ വാലൻസ് ഓർബിറ്റൽ മാത്രം കൺസിഡർ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഹാഫ് ഇൻറ്റു 2 - 0 എന്ന് കിട്ടും. അപ്പോഴും 1 ആക്കിയിട്ട് അങ്ങനെ 2 രീതിയിൽ നമുക്ക് കാണാം. സോ ബോണ്ട് ഓർഡർ 1 എന്ന് പറഞ്ഞാൽ മോളിക്യൂൾ ഈസ് സ്റ്റേബിൾ ആൻഡ് ദർ ഈസ് നോ അൺപെയർഡ് ഇലക്ട്രോൺ, ഇറ്റ് ഈസ് ഡയാമാഗ്നറ്റിക്. Next we can check beryllium molecule. Beryllium, you know, electronic configuration 1s2 2s2. So beryllium molecule must contain 8 electrons. So adinte electronic configuration taniye ഒന്ന് എഴുതി നോക്കൂ. Beryllium 2 molecule. Then adinte bond order കണ്ടുപിടിക്കുക. ഡയമagnetic ആണോ പാരാമാഗ്നറ്റിക് ആണോ എന്ന് കണ്ടുപിടിക്കുക. Next we have boron molecule. Boron molecule electronic configuration 1s2 2s2 2p1. അപ്പോൾ 2p ഓർബിറ്റൽ വന്നു കഴിഞ്ഞു വെച്ചാൽ ഇനി നമ്മൾ ചിന്തിക്കണം 2 തരത്തിലുള്ള അറേഞ്ച്മെൻറ്റ് പോസിബിൾ ആണ് അല്ലേ. എസും പിയും പി സെഡും നമ്മളൊരു ഇൻട്രാക്ഷൻ വരുന്നുണ്ട് എങ്കിൽ പൈ 2pxനും പൈ 2pyക്കും ആണ് സ്മാളർ എനർജി ദാൻ സിഗ്മ 2pz. അങ്ങനെ നോക്കണം. ദെൻ നമുക്കറിയാം ബോറോൺ മോളിക്യൂളിൽ 10 ഇലക്ട്രോൺസ്, അപ്പോൾ അപ് ടു 14 ഇലക്ട്രോൺസ് വരെ നമ്മൾ ആ ഒരു സിസ്റ്റമാണ് ഫോളോ ചെയ്യേണ്ടത്. സോ ദ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ക്യാൻ ബി represented as sigma 1s2 sigma star 1s2 sigma 2s2 sigma star 2s2. ഇനി സിഗ്മ 2pz അല്ല വരുന്നത്, പൈ 2pxും പൈ 2py വരുന്നത്. അത് കഴിഞ്ഞിട്ടാണ് സിഗ്മ 2pz വരുന്നത്. അപ്പോൾ പൈ 2px1 പൈ 2py1 എന്നാണ് നമ്മൾ എഴുതേണ്ടത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ നമ്മളെ മോളിക്കുലർ ഓർബിറ്റലിനെ നമുക്ക് ഇങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം. ഡയഗ്രാം ബെർലിയം ബോറോൺ ആറ്റം, അതിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 1s2 2s2 2p1 1s2 2s2 2p1. ഇനി നോക്കൂ, ഈ 2 ഇലക്ട്രോൺസ് ഇവിടെ ഒക്കുപ്പൈ ചെയ്തു, അടുത്ത 2 ഇലക്ട്രോൺസ് ഇവിടെ ഒക്കുപ്പൈ ചെയ്തു, ഇങ്ങനെ ഇത് രണ്ടും ഫില്ലായി. ഇനി നോക്കൂ 2p വരുമ്പോൾ ലാസ്റ്റ് ഏറ്റവും എനർജി കുറഞ്ഞത് പൈ 2pxനും പൈ 2py ആണ്. അപ്പോൾ ഈ ഒരു ഇലക്ട്രോൺ ഇവിടെ ഫില്ല് ചെയ്തു, അടുത്ത ഇലക്ട്രോൺ ഇവിടെ ഫില്ല് ചെയ്യുമ്പോഴാണ് നമ്മൾ
പോളീസ് എക്സ്ക്ലൂഷൻ ഹൺസ് റൂൾ ഓഫ് മാക്സിമം മൾട്ടിപ്ലിസിറ്റി ഫോളോ ചെയ്യേണ്ടത്. ഇങ്ങനെ ഡീജനറേറ്റ് ഓർബിറ്റൽ ആണെങ്കിൽ അത് ഹാഫ് ഫിൽഡ് ആക്കിയതിന് ശേഷം മാത്രമാണ് ഫുള്ളി ഫിൽഡ് ആക്കാൻ പാടുള്ളൂ. അപ്പോൾ പൈ 2p x2 എന്ന് എഴുതുന്നത് ശരിയല്ല. പൈ 2p x1 പൈ 2p y1 എന്ന് നമ്മൾ കൊടുക്കണം. ഇനി ഇലക്ട്രോൺ വരുമ്പോൾ മാത്രമാണ് അവിടെ പെയറിംഗ് നടത്താൻ പാടുള്ളൂ. അപ്പോൾ ഡീജനറേറ്റ് സിസ്റ്റത്തിലെല്ലാം സിംഗ്ലി ഒക്കുപ്പൈഡ് ആയതിനു ശേഷം മാത്രമേ ഡബിളി ഒക്കുപ്പൻസ് നമ്മൾ ചെയ്യാൻ പാടുള്ളൂ. ഓക്കെ, സോ ദിസ് ഈസ് പൈ 2p x1 പൈ 2p y1 എന്നുള്ളതാണ് ബോറോൺ മോളിക്യൂളിൻ്റെ MO ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ കിട്ടുന്നത്. Now we can check the bond order. Bond order is equal to half into bonding electrons എത്ര നോക്കാം, 2 4 6. So 6 minus anti-bonding 2 4. 6 minus 4 is equal to 1. അപ്പോൾ ഈ രണ്ട് സിസ്റ്റം ഫുള്ളായതുകൊണ്ട് നമുക്ക് ഇത് മാത്രം കൺസിഡർ ചെയ്യാം. അപ്പോഴും ഹാഫ് ഇൻറ്റു 2 minus 0 കിട്ടും, അപ്പോഴും 1 കിട്ടും അല്ലേ. സോ the system becomes stable and it contains 2 unpaired electrons. രണ്ട് unpaired electrons ഉണ്ട്. So the system is paramagnetic. Boron molecule എന്ന് പറയുന്നത് paramagnetic ആണ്. Next we can check carbon molecule. Carbon electronic configuration 1s2 2s2 2p2 ആണ് വരുന്നത്. So carbon C2 contains 12 electrons ഉണ്ടായിരിക്കും. അതിങ്ങനെ എഴുതിയിട്ട് molecular orbital diagram വരച്ചു നോക്കുക. അതായത് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുക. Then 12 electrons ആയതുകൊണ്ട് തന്നെ the system must follow the order as pi 2px pi 2py. അത് കഴിഞ്ഞതിന് ശേഷമാണ് സിഗ്മ 2pz വരുന്നത്. അതൊന്ന് തനിയെ ചെയ്തു നോക്കൂ. Next, nitrogen molecule. Nitrogen atom electronic configuration is 1s2 2s2 2p3. So 3 2 2, that is 7 electrons. So nitrogen molecule must contain 14 electrons. So up to 14 electronic configuration pi 2px pi 2p5 ആണ് smaller energy than sigma 2pz. So electronic configuration sigma 1s2 sigma star 1s2 sigma 2s2 sigma star 2s2 pi 2px2 pi 2py2 having same energy then sigma 2pz2. സോ ഇങ്ങനെ എഴുതുമ്പോൾ നിങ്ങളിവിടെ ഇങ്ങനെ സെയിം എനർജി ആണെന്നുള്ളൊരു ഇത് എടുക്കാം. അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാം പൈ 2px2 പൈ 2py2 ഇങ്ങനെ താഴെ എഴുതിയിട്ട് നേരെ ഇത് എഴുതാൻ പറ്റും. ഓക്കെ, ഇനി നമുക്കതിൻ്റെ മോളിക്കുലർ ഓർബിറ്റൽ ഡയഗ്രാം വരയ്ക്കുമ്പോൾ ഈ സെക്ഷൻസ് റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്ന നൈട്രജൻ ആറ്റമാണ്. ഇതും നൈട്രജൻ ആറ്റം. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 1s2 2s2 2p3. ഇവിടെ 1s2 2s2 2p3. ഇനി ഇതാണ് ഫോം ചെയ്ത മോളിക്കുലർ ഓർബിറ്റൽ. സോ നൈട്രജൻ മോളിക്യൂളിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ സിഗ്മ 1s2 സിഗ്മ സ്റ്റാർ 1s2 സിഗ്മ 2s2 സിഗ്മ സ്റ്റാർ 2s2. ഇനി 2p3 2p3. സോ മൊത്തം 6 ഇലക്ട്രോൺസ് ഉണ്ട് അല്ലേ. സോ 2 pi 2px2 pi 2py2. ബാക്കിയുള്ള ഇലക്ട്രോൺസ് സിഗ്മ 2pzലേക്ക് പോകും, സിഗ്മ 2pz2. ഇനി ബോണ്ട് ഓർഡർ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഹാഫ് ഇൻറ്റു നമ്പർ ഓഫ് ബോണ്ടഡ് ഇലക്ട്രോൺസ് ഇൻ ബോണ്ടിങ് മോളിക്കുലർ ഓർബിറ്റൽസ്, ദറ്റ് ഈസ് 2 4 6 8 10. 10 minus 2 4, that is 6/2 3. So it is highly stable. Bond order 3 means that is triply bonded. അപ്പോൾ നമ്മൾ ഇങ്ങനെയാണ് എഴുതുക അല്ലേ, നൈട്രജൻ triply bonded. 3 means triply bonded, 2 means double bonded, 1 means single bonded. So it is highly stable, and among the diatomic molecules nitrogen have the highest dissociation energy. Highly stable, bond strength is very high, bond length is very small, and it contains no unpaired electrons, so it is diamagnetic. Nitrogen molecule is diamagnetic. Next, oxygen molecule. Oxygen atom having electronic configuration 1s2 2s2 2p4. So a total of 8 electrons. So oxygen molecule was contain 16 electrons. അപ്പോൾ 16 ഇലക്ട്രോൺ ആകുമ്പോൾ നമ്മൾ നോക്കണം 14നേക്കാൾ കൂടുതലാണ് അല്ലേ 16. സോ ദ ഓർഡർ എന്ന് പറയുന്നത് സിഗ്മ 2pz ഹാവിങ് ലോവർ എനർജി ദാൻ പൈ 2px പൈ 2py. അപ്പോൾ ഇതുവരെയുള്ള കേസിൽ പൈ 2px പൈ 2pyക്കായിരുന്നു ലോവർ എനർജി. ബട്ട് 14 ഓൺവേർഡ്സ് നമ്മൾ സിഗ്മ 2pzനാണ് കുറവ് എനർജി. ബിക്കോസ് ഹിയർ എസ് ഓർബിറ്റൽ ആൻഡ് pz ഓർബിറ്റൽ ഹാവിങ് ഡിഫറെൻറ്റ് എനർജീസ്. സോ അവർ സിഗ്നിഫിക്കൻ്റ് ആയിരിക്കില്ല അവരുടെ കോമ്പിനേഷൻ. അപ്പോൾ സിഗ്മ 2pzനാണ് എനർജി കുറയുക. So the electronic configuration, molecular orbital electronic configuration for oxygen atom can be represented as sigma 1s2 sigma star 1s2 sigma 2s2 sigma star 2s2 then sigma 2pz2
pi 2px2 pi 2py2 then 2 ഇലക്ട്രോൺ കൂടി ഉണ്ട് നോക്കൂ 2 4 6 8 10 12 14 ഇനി 2 ഇലക്ട്രോൺ ഉണ്ടല്ലേ അത് ആൻറ്റി ബോണ്ടിങ് ആയിട്ടുള്ള pi 2pxലേക്കും pi 2pyലേക്കും പോകും pi 2px2 എന്ന് നമ്മൾ എഴുതാൻ പാടില്ല അപ്പോൾ പോളിസ് എക്സ്ക്ലൂഷൻ ഹൺസ് റൂൾ മനസ്സിലാക്കിയിട്ട് സിംഗ്ലി ഒക്കുപ്പൈ ചെയ്യണം ഡീജനറേറ്റ് ഓർബിറ്റൽ സോ pi star 2px1 pi star 2py1 having same energy so this is the electronic configuration for oxygen molecule molecular diagram നമുക്ക് ഇങ്ങനെ റെപ്രസെൻ്റ് ചെയ്യാം ഇത് ഓക്സിജൻ ആറ്റം ഇതും ഓക്സിജൻ ആറ്റം ആറ്റംസ് കമ്പൈൻ ചെയ്ത് മോളിക്കുലർ ഓർബിറ്റൽസ് ഉണ്ടാകുന്നു സോ ദിസ് വൺ റെപ്രസെൻറ്റ്സ് ദ ഓക്സിജൻ മോളിക്യൂൾ sigma 1s2 sigma star 1s2 sigma 2s2 sigma star 2s2 sigma 2pz2 pi 2px2 pi 2py2 then pi star 2px1 pi star 2py1 ഇനി നമുക്ക് ബോണ്ട് ഓർഡർ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം ബോണ്ട് ഓർഡർ ഇസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു 2 4 6 8 10 അപ്പോൾ 10 മൈനസ് ആൻറ്റി ബോണ്ടിങ്ങിലുള്ളത് 2 4 6 so 6 that is bond order 2 means doubly bonded 2 indicates double bond or double bond it is highly stable and what about magnetism it contains 2 unpaired electrons unpaired ആയിട്ടുള്ള electrons ഉണ്ട് അല്ലേ so oxygen is paramagnetic and you know VBT valence bond theory നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു valence bond theory is failed to explain the paramagnetic nature of oxygen but molecular orbital theory successfully explained the paramagnetism exhibited by oxygen molecule അതാണ് MO തിയറിക്ക് valence bond തിയറിയേക്കാൾ ഉള്ളൊരു മെറിറ്റ് എന്ന് പറയുന്നത് സക്സസ്ഫുള്ളി എക്സ്പ്ലെയിൻ ദ പാരാമാഗ്നറ്റിക് പ്രോപ്പർട്ടീസ് ഓഫ് ഓക്സിജൻ മോളിക്യൂൾ then fluorine molecule അടുത്ത മോളിക്യൂൾ ഫ്ലൂറിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 1s2 2s2 2p5 അവിടെ 5 + 2 7 9 സോ 18 ഇലക്ട്രോൺ ആണ് ആ സിസ്റ്റത്തിൽ ഉണ്ടാവുക അപ്പോൾ നിങ്ങൾ അതിൻ്റെ മോളിക്കുലർ ഓർബിറ്റൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുക ആ ഡയഗ്രാം ഒന്ന് വരയ്ക്കുക ഇവിടെ നമ്മൾ ശ്രദ്ധിക്കണം pi 2px pi 2pyക്ക് എനർജി കൂടുതലാണ് സിഗ്മ 2pzന് അപ്പോൾ അതിനനുസരിച്ചിട്ടായിരിക്കണം വരയ്ക്കണം അപ്പോൾ നമ്മൾ മോളിക്കുലർ ഓർബിറ്റൽ എനർജി ലെവൽ അതെങ്ങനെയാണ് മോളിക്കുലർ ഇലക്ട്രോണിക് കോൺഫിഗറേഷനെ കുറിച്ചിട്ടാണ് നമ്മൾ പറഞ്ഞത് ഇലക്ട്രോൺസിനെ ഫില്ല് ചെയ്യുന്നത് ബേസ്ഡ് ഓൺ 3 പ്രിൻസിപ്പിളാണ് ഓഫ് ബോ പ്രിൻസിപ്പിൾ പോളിസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ ആൻഡ് ഹൺസ് റൂൾ ഓഫ് മാക്സിമം മൾട്ടിപ്ലിസിറ്റി ഓക്കെ ദെൻ ഫോളോ ചെയ്യുമ്പോൾ 2 ഓർഡറാണുള്ളത് മോളിക്കുലർ ഓർബിറ്റൽസിന് കോമ്പിനേഷൻ എസും പി സെഡ് കോമ്പിനേഷൻ സിഗ്നിഫിക്കൻ്റ് അല്ലാത്ത നമ്മളുടെ ബോറോൺ കാർബൺ അത്തരം സിസ്റ്റത്തിലൊക്കെ നൈട്രജൻ അതുവരെ നമ്മൾ pi 2pxനും pi 2pyക്കും ആണ് എനർജി കുറവ് സിഗ്മ 2pzനേക്കാൾ ദെൻ മോർ ദാൻ 14 ഇലക്ട്രോൺസ് വരുന്ന സിസ്റ്റംസ് ഓക്സിജൻ ഫ്ലൂറിൻ ഈ സിസ്റ്റംസ് ഒക്കെ വരുമ്പോൾ സിഗ്മ 2pzനാണ് എനർജി കുറവ് ദാൻ pi 2px ആൻഡ് pi 2py ദെൻ നമ്മൾ ഇലക്ട്രോൺസിനെ ആഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം ഈ റൂൾസ് എല്ലാം ഫോളോ ചെയ്തിട്ട് വേണം ഇലക്ട്രോൺസിനെ ആഡ് ചെയ്യാൻ ഓക്കെ